ഏഴാമത്തെ അവകാശം, ഒരുപാട് അവകാശങ്ങളുണ്ട്. ഏഴാമത്തെ അവകാശം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, പേജ് ഫോളോ ചെയ്തോ? ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ഇത്തിരി വെയിറ്റ് ചെയ്യാം. ഏഴാമത്തെ അവകാശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചികിത്സ നിഷേധിക്കാനുള്ള അവകാശം. അതായത് നിങ്ങളുടെ മതപരമായിട്ടുള്ള, ശാസ്ത്രപരമായിട്ടുള്ള, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പലതരത്തിലുള്ള ബിലീഫ്സ് ഉണ്ടാവും. നിങ്ങൾ ചികിത്സ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബിലീഫ്സിനനുസരിച്ചിട്ട് മാറ്റാൻ നിങ്ങൾക്ക് ചികിത്സ നിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ അതെല്ലാം പറഞ്ഞു തന്ന് തീരുമാനിച്ചുറപ്പിച്ച കേസാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ റിസ്ക്, അതിൻ്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ അപ്പോൾ ചികിത്സ നിർത്തിയാലുള്ള പ്രശ്നങ്ങൾ പറ്റി ഡോക്ടർ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. പകുതി വഴിക്ക് നിർത്തുമ്പോഴുള്ള കാര്യമാണ്, പാതി വഴിക്ക് ചികിത്സ നിഷേധിക്കുമ്പോഴുള്ള കാര്യമാണ്. പക്ഷേ നിർത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ പരിപൂർണമായിട്ട് എനിക്ക് താങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, ദൈവമേ മതിയാക്കൂ എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെയാണ് ശരിയാണ്, നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതാണ് ലൈൻ. മനസ്സിലായില്ലേ? പക്ഷേ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും എന്നുള്ളത് ഡോക്ടർക്ക് ബോധ്യപ്പെടുത്തി എഴുതി കൊടുക്കേണ്ടി വരും. അതാണ് കൺസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വീണ്ടും അപ്പോൾ കൺസെൻറ്റ് ഫോർ ട്രീറ്റ്മെൻറ്റ് റിവോക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉള്ള അവകാശമുണ്ട്. പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പലവിധ കാരണങ്ങളിൽ. ഭൂരിഭാഗം പേരും അങ്ങനെ ഒരു തീരുമാനമെടുക്കാറില്ല. പക്ഷെ ചില നിർബന്ധിത സാഹചര്യങ്ങളിൽ അതൊരു ചിലപ്പോഴൊക്കെ അത് സംഭവിച്ച് കാണാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് ഏഴാമത്തെ ആയിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഫോളോ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എട്ടാമത്തത്.